ഹലോ, എല്ലാവർക്കും ദ ഗോൾഡൻ ജാറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബോട്ടിലിൽ ഒരു വാർലി പെയിൻറ്റിങ് ചെയ്യാം. വളരെ ഈസിയാണ് ഇത് വരയ്ക്കാൻ. അപ്പോൾ ഇത് വരയ്ക്കുന്നതിനോടൊപ്പം വാർലി പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ള രസകരമായ കുറച്ച് വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. പിന്നെ ഇത് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. വാർലി പെയിൻറ്റിങ് വെറും നമ്മുടെ സിമ്പിൾ ജോമെട്രിക് രൂപങ്ങൾ വെച്ചിട്ടാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും അറിയില്ലായിരിക്കും ആരാണ് വാർലി അല്ലെങ്കിൽ എന്താണ് വാർലി പെയിൻറ്റിംഗ് എന്ന്. ചിലപ്പോൾ ചിലർക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാവുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അറിയാവുന്നവർ തീർച്ചയായും അത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതെനിക്കും അതുപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും. അപ്പോൾ എന്താണ് വാർലി അല്ലെങ്കിൽ ആരാണ് വാർലി? വാർലി എന്ന് പറയുന്നത് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. ഇവർ മുംബൈയുടെ ഔട്ട്സ്കേർട്ടിലാണ് താമസിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹാനഗരത്തിൻ്റെ ഭാഗമാണെങ്കിലും ആധുനികവൽക്കരണത്തിൻ്റെ ഒരു സ്വഭാവങ്ങളും ഇന്നും ഈ ആളുകളെ ഒട്ടും സ്വാധീനിച്ചിട്ടില്ലാത്രേ. പിന്നെ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത് വാർലി സ്ത്രീകളാണ്. വാർലി സ്ത്രീകൾ അവരുടെ വീടിൻ്റെ ചുമരുകളിൽ ചുമരുകളിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് വാർലി പെയിൻറ്റിങ്ങുകൾ എന്നറിയപ്പെടുന്നത്. പിന്നെ ഇത് നമ്മൾ 70കളുടെ തുടക്കത്തിലാണ് ആദ്യമായിട്ട് ഇത് കണ്ടെത്തിയത്. ചുമരുകളിൽ വെളുത്ത നിറം കൊണ്ടാണ് അവരിതെല്ലാം വരയ്ക്കുന്നത്. അപ്പോൾ അതിനവർ പ്രധാനമായും ഉപയോഗിക്കുന്നത് അരിപ്പൊടിയാണ്. പിന്നെ ഇത് സിമ്പിൾ ജോമെട്രിക് രൂപങ്ങളാണ് ഇതിനവർ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ വാർലി ചിത്രങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, അതിൽ ഒരു സിമ്പിളായിട്ടുള്ള സർക്കിൾ, ട്രയാങ്കിൾ, സ്ട്രെയിറ്റ് ലൈൻ അതല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റില്ല. അത് മാത്രം ഉപയോഗിച്ചിട്ടാണ് അവരിതെല്ലാം വരയ്ക്കുന്നത്. പിന്നെ അതുപോലെ അവർ ദൈനംദിന ജീവിതത്തിലെ ഓരോരോ സംഭവങ്ങൾ, വിളവെടുപ്പ്, വിതയ്ക്കൽ, അതുപോലെ അവർ വേട്ടയാടാൻ പോകുന്നത്, അവർ ഡാൻസ് ചെയ്യുന്നത്, അതൊക്കെയാണ് അവർ ഈ ചിത്രരചനയ്ക്ക് ആസ്പദമാക്കിയിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, സിമ്പിൾ ജോമെട്രിക് രൂപങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മധുബനി പെയിൻറ്റിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ലളിതമാണ് വാർലി പെയിൻറ്റിങ്. 100% സാക്ഷരത കൈവരിച്ച നമ്മൾ മലയാളികൾക്കൊക്കെ ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരിക്കും അല്ലേ? അക്ഷരവിദ്യാഭ്യാസം എന്താന്ന് പോലും പരിചയമില്ലാത്ത ഒരു ജനത ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ അങ്ങനെയുള്ള അക്ഷരവിദ്യാഭ്യാസം ഒട്ടും പരിചയമില്ലാത്ത ഒരു ജനതയിലേക്ക് നാടോടി കഥകൾ കൈമാറുന്നതിനുള്ള ഒരേ ഒരു മാർഗമാണത് ഈ വാർലി പെയിൻറ്റിങ്. ഈ പെയിൻറ്റിങ്ങിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരേപോലെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് തലയിൽ ഒരു എക്സ്ട്രാ ഒരു റൗണ്ട് കൂടി വരച്ചു കൊടുക്കും. അപ്പോൾ അതാണ് സ്ത്രീകൾ. റൗണ്ട് ഇല്ലാത്തത് പുരുഷന്മാർ. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ വാർലികൾ അവരുടെ വീടിൻ്റെ ചുമരിൽ വരച്ച ഒറിജിനൽ നല്ല രസകരമായ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ വിവരങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ചെറിയ വാർലി പെയിൻറ്റിങ് മാത്രമാണ് ഞാനിവിടെ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ചിലർക്കെങ്കിലും പുതിയൊരു അറിവായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പോൾ ഇതാ എൻ്റെ വാർലി പെയിൻറ്റിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഫ്രണ്ട്സിനും ഷെയർ ചെയ്യും വേണം. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.